പസഫിക് സമുദ്രത്തിൽ 2 കപ്പലുകൾ കൂടി തകർത്ത് അമേരിക്കൻ സൈന്യം. കപ്പലുകളിലുണ്ടായിരുന്ന 5 പേരെ വെടിവെച്ച് കൊന്നതായും റിപ്പോർട്ടുകളുണ്ട്. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ചാണ് നടപടി. ഇതോടെ കടൽ മാർഗമുള്ള മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ എന്ന പേരിൽ ട്രംപ് ഭരണകൂടം നടത്തുന്ന സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 104 ഈ സെപ്റ്റംബറിന് ശേഷമുള്ള കണക്കാണിത്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കിഴക്കൻ പസഫിക്കിൽ 2 കപ്പലുകൾക്ക് നേരെ US സൈന്യം വെടിയുതിർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു കപ്പലിലെ 3 പേരെയും മറ്റൊരു കപ്പലിലെ 2 പേരെയും കൊലപ്പെടുത്തി. കിഴക്കൻ പസഫിക്കിൽ തന്നെ മറ്റൊരു ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസമാണ് വ്യാഴാഴ്ച വീണ്ടും US സേനയുടെ ആക്രമണം ഉണ്ടായത്. 2 ദിവസത്തിനിടെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 9 പേരും മയക്കുമരുന്ന് മാഫിയയിൽ ഉൾപ്പെട്ടവരാണെന്നാണ് US സൈന്യത്തിന്റെ വിശദീകരണം. അതേസമയം പസഫിക്കിലും കരീബിയൻ കടലിലുമായി സെപ്റ്റംബർ മുതൽ തകർക്കപ്പെട്ട 30-ലേറെ കപ്പലുകളിൽ മയക്കുമരുന്നായിരുന്നു എന്നതിന് US സേന ഇതുവരെ തെളിവുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. കപ്പലുകൾ ആക്രമിച്ചതിനു ശേഷം അതിന്റെ അവശിഷ്ടങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടന്നവരെ പോലും ആക്രമിച്ചത് യുദ്ധക്കുറ്റമാണെന്ന വിലയിരുത്തലുകളും ഇതിന് പിന്നാലെ തന്നെ വരുന്നുണ്ട്. US പ്രതിരോധ സെക്രട്ടറി ഹെഗ്സത്ത് ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിലുമാണ്. ലാറ്റിൻ അമേരിക്കൻ നേതാക്കളും നിയമവിദഗ്ധരും US ആക്രമണത്തെ നിയമവിരുദ്ധമായ കൊലപാതകമെന്ന് വിമർശിച്ചു. അതേസമയം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, പ്രത്യേകിച്ച് വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ കർശനമായ നടപടി ആവശ്യമാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ന്യായീകരണം. അതേസമയം വെനസ്വേലയിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് പൂർണ്ണ വിലക്കുമായി അമേരിക്ക രംഗത്തെത്തിയിരുന്നു. വെനസ്വേലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന 6 കപ്പൽ കമ്പനികളെയും 6 കപ്പലുകളെയും അമേരിക്ക നേരത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ കപ്പലുകൾ വിലക്ക് ലംഘിച്ച് എണ്ണ കടത്തുന്നുവെന്നാരോപിച്ചാണ് വെനസ്വേലയിൽ നിന്ന് തിരിച്ചുമുള്ള എല്ലാ കപ്പലുകൾക്കും പരിപൂർണ വിലക്കിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ഉപരോധം യുദ്ധക്കൊതിക്കുള്ള ഭീഷണി എന്നാണ് വെനസ്വേലയുടെ പ്രതികരണം. ട്രംപ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ സർക്കാരിനെ ഒരു വിദേശ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും അവർ മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത് എന്നിവയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച വെനസ്വേലയുടെ തീരത്ത് നിന്ന് US ഒരു എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനവും വന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ കണക്കുകൾ പ്രകാരം വെനസ്വേലൻ ജലാതിർത്തിയിലോ രാജ്യത്തേക്ക് വരുന്നതോ ആയ 80 കപ്പലുകളിൽ 30-ലധികവും US ഉപരോധത്തിന് കീഴിലായിരുന്നു. എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതിന് ശേഷം വെനസ്വേലൻ എണ്ണയുമായി സഞ്ചരിക്കുന്നതായി പറയപ്പെടുന്ന കപ്പലുകൾക്ക് നേരെ നിരവധി പുതിയ US ഉപരോധങ്ങളും ഏർപ്പെടുത്തി. പ്രസിഡന്റ് മഡൂറോയുടെ ചില ബന്ധുക്കൾക്കും അദ്ദേഹത്തിന്റെ അനധികൃത ഭരണവുമായി ബന്ധപ്പെട്ടതായി US വിശേഷിപ്പിച്ച ബിസിനസ്സുകൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. വെനസ്വേല ദക്ഷിണ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ നാവികസേനയാൽ പൂർണ്ണമായും വളയപ്പെട്ടിരിക്കുന്നു എന്നാണ് ചൊവ്വാഴ്ച ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചത്. ഇത് ഇനിയും വലുതാകുമെന്നും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്നായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥ എണ്ണയെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ വിലക്ക് പ്രധാന നീക്കമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. US സമീപകാലത്ത് വെനസ്വേല മയക്കുമരുന്ന് കടത്ത് ബോട്ടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുകയും സമീപത്ത് നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉപരോധം എങ്ങനെ നടപ്പാക്കുമെന്നതിനെക്കുറിച്ച് ട്രംപിന്റെ പ്രസ്താവനയിൽ കൂടുതൽ വിശദാംശങ്ങളൊന്നും നൽകിയിട്ടില്ല. വെനസ്വേലയിൽ നിന്ന് US-ലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന US കമ്പനി ഷെവ്രോണിന്റെ പ്രവർത്തനങ്ങളെ ട്രംപിന്റെ വിലക്ക് ബാധിക്കില്ല. ലോകത്തിലെ ഏറ്റവും അധികം എണ്ണശേഖരമുള്ള വെനസ്വേലയിൽ പ്രതിദിനം 8.50 ലക്ഷം ബാരൽ എണ്ണയാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇതിൽ 80% ചൈനയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. 15 മുതൽ 17% വരെ എണ്ണ ഷെവ്രോൺ കോർപ്പറേഷൻ വഴി US-ലേക്ക്, ബാക്കി ക്യൂബയിലേക്കുമാണ് പോകുന്നത്. വെനസ്വേലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ US നടപടി യുദ്ധഭീഷണിയായി കണക്കാക്കേണ്ടി വരുമെന്നാണ് വെനസ്വേലയുടെ പ്രതികരണം. രാജ്യത്തെ എണ്ണയുടെയും മറ്റ് പ്രകൃതി സമ്പത്തിന്റെയും ഉടമസ്ഥതാവകാശം വെനസ്വേലയ്ക്ക് അവകാശപ്പെട്ടതാണ്. പ്രകൃതി വിഭവങ്ങൾ സ്വതന്ത്രമായി വ്യാപാരം നടത്താനുള്ള രാജ്യത്തിന്റെ അവകാശങ്ങൾ ആർക്കും അടിയറ വെക്കാനില്ല. അമേരിക്കയുടെ കടന്നുകയറ്റങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയെ അറിയിക്കുമെന്നും വെനസ്വേല പ്രതികരിച്ചിരുന്നു. വെനസ്വേലയുടെ എണ്ണ വിൽപ്പന തടഞ്ഞ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യയും രംഗത്തെത്തിയിരുന്നു. വെനസ്വേലൻ വിഷയത്തിൽ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം വലിയ അബദ്ധം കാണിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചത്. വെനസ്വേല റഷ്യയുടെ സൗഹൃദ രാജ്യമാണ്. കനത്ത പ്രത്യാഘാതമുണ്ടാക്കുന്ന നടപടികളിലേക്ക് അമേരിക്ക കടക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രായോഗിക സമീപനം പുലർത്തുന്ന ട്രംപ് ഭരണകൂടം വലിയ അബദ്ധത്തിന് മുതിരില്ലെന്ന് കരുതുന്നുവെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.